വൻ ഹൈപ്പിൽ വന്ന ഒരു മാസ് പടം എങ്ങനെ ഒരു ട്രോൾ മെറ്റീരിയലായി മാറി എന്ന് നമുക്ക് നോക്കാം. കുറിപ്പിന് ശേഷം DQവിന്റെ തിയേറ്റർ റിലീസായി വന്ന മലയാള സിനിമയാണ് കൊത്ത. സോ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം വരുന്നതായതുകൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു ഈ പടത്തിന് വേണ്ടി. പാൻ ഇന്ത്യൻ ആയി വരുന്ന ഈ പടത്തിന്റെ പാട്ടും ട്രെയിലറും ഒക്കെ വലിയ ഹിറ്റായിരുന്നു. പടത്തിന്റെ ട്രെയിലറിൽ നിന്ന് തന്നെ ഇതൊരു മാസ് മസാല ആക്ഷൻ പടമാണെന്ന് മനസ്സിലാക്കാം. DQവിന്റേതായി ഇത്തരത്തിലൊരു മാസ് ആക്ഷൻ പടം അതുവരെ വന്നിട്ടില്ലായിരുന്നു. സോ പടത്തിന് നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പടം റിലീസായപ്പോൾ വലിയ നെഗറ്റീവ് ഒപ്പീനിയൻ വരികയും OTT വന്നപ്പോൾ പാൻ ഇന്ത്യൻ ട്രോൾ മെറ്റീരിയലായി മാറുകയും ചെയ്തു. ഈ പടം ഇങ്ങനെയാകാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു മാസ് പടത്തിൽ പ്രധാനമായും ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ശക്തനായ നായകൻ, നായകനൊത്ത വില്ലനും ഗ്യാങ്ങും, പിന്നെ കുറച്ച് ഫൈറ്റും, പറ്റിയാൽ ഒന്നോ രണ്ടോ ഐറ്റം ഡാൻസും, പിന്നെ ഒരു ആവശ്യവുമില്ലാത്ത, കഥയിൽ ഒരു പ്രാധാന്യവുമില്ലാത്ത ഒരു നായികയും. ഇതെല്ലാം തന്നെ കൊത്തയിലുണ്ടായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം കണക്ട് ചെയ്യിക്കുന്ന ഒരു നല്ല തിരക്കഥ മാത്രം ഈ പടത്തിൽ ഇല്ലായിരുന്നു. ഒരു മാസ് ആക്ഷൻ അല്ലെങ്കിൽ ഗാങ്സ്റ്റർ പടത്തിന് പറ്റിയ രണ്ട് ടൈപ്പ് കഥകളാണുള്ളത്. ഒന്ന്, പടത്തിന്റെ തുടക്കത്തിൽ നായകൻ പവർഫുൾ ആയിരിക്കും. അതിനുശേഷം എല്ലാവരും കൂടി ചേർന്ന് നായകനെ ചതിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നീട് നായകൻ കംബാക്ക് നടത്തി റിവഞ്ച് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് സിനിമ. ഇനി രണ്ടാമത്തെ ടെംപ്ലേറ്റ് നോക്കിയാൽ ഇതിൽ നായകൻ വളരെ സാധാരണക്കാരനായിരിക്കും. ഒരു മിഡിൽ ക്ലാസ്സോ പാവപ്പെട്ടവനോ അനാഥനോ ഒക്കെ ആയ നായകൻ. ഈ നായകൻ കഷ്ടപ്പെട്ടും ബുദ്ധി ഉപയോഗിച്ചും മറ്റു ചെറിയ വില്ലന്മാരുമായി ഏറ്റുമുട്ടി അവരെയെല്ലാം തോൽപ്പിച്ച് വളർന്ന് വലിയ ഗ്യാങ്സ്റ്ററോ ഡോണോ പണക്കാരനോ ഒക്കെ ആയി മാറും. ഇങ്ങനെ വന്ന പടമാണ് KGFും പുഷ്പയും ഒക്കെ. ഈ രണ്ടാമത്തെ ടൈപ്പ് പടമാണ് കൂടുതൽ എളുപ്പത്തിൽ ആൾക്കാരുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി കൊത്തയിലേക്ക് വരുമ്പോൾ ഇതിലെ DQവിന്റെ ക്യാരക്ടർ ഓൾറെഡി ഒരു ഗാങ്സ്റ്റർ ആണ്, അല്ലെങ്കിൽ ഒരു ഗുണ്ട എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അയാളുമായി പ്രേക്ഷകർക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കണം പ്രസന്റ് ചെയ്യാൻ. ഇവിടെ ഈ സിനിമയിൽ ആദ്യം തന്നെ പാളിപ്പോയത് ഇതാണ്. കൊത്ത രാജുവിന് അവിടെയുള്ള ഒരു എതിരാളിയായി കാണിച്ചിരിക്കുന്നത് ചെമ്പൻ വിനോദിന്റെ രഞ്ജിത് ഭായ് എന്ന ക്യാരക്ടറാണ്. എന്നാൽ ഈ കഥാപാത്രം അത്രയ്ക്ക് ശക്തനല്ല. ഇയാൾക്ക് രാജുവിനെ പേടിയുമാണ്. അത് ആദ്യം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. സോ ഒരു ശക്തനായ വില്ലൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നായകൻ അത്ര വലിയ ശക്തനാണെന്ന് നമുക്ക് തോന്നിക്കുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ നോക്കുമ്പോൾ പെണ്ണ് ചതിക്കുന്നു. നായികയ്ക്ക് വേറെ ഒരു ബന്ധമുണ്ടായിരുന്നു. അതിൽ വിഷമിച്ചിരിക്കുന്ന നായകൻ. ഇതിനിടയിൽ വീട്ടുകാരുമായും കൂട്ടുകാരനുമായൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായി നായകൻ നാട്ടിൽ നിന്ന് പോകുന്നു. സോ ഒരു മാസ് പടത്തിന് വേണ്ട ഒന്നും തന്നെ ഈ ഫസ്റ്റ് ഹാഫിൽ ഇല്ല. ഈ കഥയെല്ലാം തന്നെ ഫസ്റ്റ് ഹാഫിൽ ഗോകുൽ സുരേഷിന്റെ നരേഷനിലൂടെയാണ് കാണിക്കുന്നത്. അടുത്ത ഈ സിനിമയിലെ പ്രശ്നം എന്ന് പറയുന്നത് ഈ നരേഷൻ തന്നെയാണ്. വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചില തെലുങ്ക് പടങ്ങളുടെ മലയാളം ഡബ്ബ് പോലെ ആയിരുന്നു ഇതിലെ പല ഡയലോഗ്സും. ഒരു പടത്തിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് നരേഷൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് KGF. ഒരു നല്ല നരേഷൻ ഉണ്ടായിരുന്നേൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കുറച്ചെങ്കിലും ബെറ്റർ ആക്കാമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് വില്ലന്മാരൊക്കെ ഉണ്ട് എങ്കിലും അതെല്ലാം കോമഡിയായാണ് പ്രേക്ഷകന് തോന്നിയത്. പ്രത്യേകിച്ച് സൗബിന്റെ ക്യാരക്ടർ, പിന്നെ വില്ലന്റെ ഗ്യാങ്, KTM എന്നുള്ള ആ പേരും അതിലുള്ള കാസ്റ്റും അത് തന്നെ വളരെ പരാജയമായിരുന്നു. പിന്നീട് ഈ സിനിമയിൽ വന്ന ഒരു ആവശ്യമില്ലാത്തൊരു ട്വിസ്റ്റാണ് നൈല ഉഷയുടെ അനിയനായി കാണുന്ന ക്യാരക്ടർ അനിയനല്ല മകനാണെന്നുള്ളത്. ഈ ട്വിസ്റ്റ് ഒരു തരത്തിൽ സിനിമയുടെ കഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല. പിന്നെ പൂച്ചയ്ക്ക് വേണ്ടി നായകനെ ഒറ്റുകൊടുക്കുന്ന വില്ലന്റെ അമ്മ. സോ ഇതെല്ലാം തന്നെ ഒരു മാസ് പടത്തിലാണ് ചേർത്തിരിക്കുന്നതെന്ന് ഓർക്കണം. എല്ലാത്തിനും ഒടുവിൽ ഒരു ടൈലന്റും കൂടെ. ഒരു ആവശ്യമില്ലാതെ വീണ്ടും വലിച്ചു നീട്ടി കുറച്ചും കൂടി ഊക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഐറ്റം മാത്രമായി മാറിയത്. സ്ഥിരം കണ്ടുമടുത്ത കഥ ആയിരുന്നെങ്കിലും ഒരു നല്ല തിരക്കഥ ഉണ്ടായിരുന്നാൽ ഈ സിനിമ വിജയിക്കുമായിരുന്നു. കാരണം DQ ഇങ്ങനെ ഒരു പടം അതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. പുഷ്പ ഇവിടെ ഹിറ്റാകാൻ കാരണം അത് ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമ ആയതുകൊണ്ടല്ല, അത് അല്ലു അർജുൻ ചെയ്തത് കൊണ്ടാണ്. പുള്ളി അതുവരെയും ചെയ്യാത്തൊരു ടൈപ്പ് പടമായിരുന്നു അത്. അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത ഒരു സ്ക്രിപ്റ്റും അതിനുണ്ടായിരുന്നു. അതുപോലെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റെങ്കിലും ഈ പടത്തിനുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകന് ഒരു ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന കുറച്ച് സീനെങ്കിലും ഈ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പടത്തിന് ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. ആകെ ഈ പടത്തിൽ നല്ലതെന്ന് പറയാവുന്നത് ജേക്സ് ജോയിയുടെ മ്യൂസിക് മാത്രമാണ്. സോ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഈ സിനിമ പരാജയപ്പെട്ടത്. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായോ? നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യം താഴെ കമന്റായി രേഖപ്പെടുത്തൂ. അതുപോലെ ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തതായി എന്ത് വീഡിയോ വേണം എന്നുള്ളതും താഴെ കമന്റ് ചെയ്യൂ.